രുദ്രത്തിലെ രണ്ട് ഭാഗമായിട്ടാണ്. ആദ്യത്തെ ഭാഗം നമകം എന്ന് പറയുമ്പോൾ എല്ലാത്തിലുമുള്ള, ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല, എല്ലാത്തിലുമുള്ള ഈശ്വര ചൈതന്യത്തെ നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നത്. ചമകമാണെങ്കിൽ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് നമുക്ക് ധനം വേണ്ട, പേര് വേണ്ട, പ്രശസ്തി വേണ്ട എന്നൊന്നും വേദങ്ങൾ പറയുന്നില്ല. നമുക്കിതെല്ലാം വേണം, പക്ഷേ അതെല്ലാം ധർമ്മത്തിൻ്റെ പാതയിൽ കൂടി നേടണം എന്നുള്ളതിന് വേദമാതാവ് തന്നെ തോന്നിപ്പിച്ചയക്കുന്നതാണ് ചമകം. ആ ചമകം ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമകം നമ്മൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് ചെയ്യുന്നതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്നൊരു കർമ്മമാണ്. നമ്മൾ ഇതിൻ്റെ അനുഭവങ്ങളും കൂടുതലായിട്ട് പറയാനുണ്ട്. കാര്യം കഴിഞ്ഞാൽ ഈ രുദ്രൻ തന്നെ നമ്മൾ ഏകാദശ രുദ്രമായിട്ടും ഏകാദശ രുദ്ര അഭിഷേകത്തോടു കൂടിയൊക്കെ നടത്താറുണ്ട്. പല സ്ഥലങ്ങളിലും അതിന് പലവിധമായിരിക്കുന്ന അനുഭവങ്ങളും അതിൽ പങ്കെടുത്തവർ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം തന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഒരു 5-6 രുദ്രാഭിഷേകങ്ങൾ നടത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ ക്യാൻസർ രോഗം മാറുകയാണെങ്കിൽ ഞാനിത് നടത്താമെന്ന് പറഞ്ഞു. എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ ആ ക്യാൻസർ രോഗം പരിപൂർണമായിട്ട് മാറി. ഈ അടുത്തിടയ്ക്ക് തന്നെ ഈ കഴിഞ്ഞ നവംബറിൽ തന്നെ 19-ാം തീയതി നായരമ്പലത്ത് നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ണിച്ചേട്ടൻ ഒരു വീട്ടിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റാണ്, പരിപൂർണമായിട്ടുള്ള ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ രുദ്രാഭിഷേകം തുടങ്ങുന്നതായിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി വിചാരിച്ചു അവിടെ പോയി തൊഴുതിട്ട് വീട്ടിലേക്ക് വരാമെന്ന് എഴുതി. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പരിപൂർണമായിട്ടും അത് തീരുന്ന വരെ ഇരുന്നു. പിറ്റേ ദിവസം അവർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി. സുഖമായിട്ട് ഇരട്ട കുട്ടികളെ അവർ പ്രസവിച്ചു. ഈ ഭജനമഠത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ നിർമ്മിച്ചതാണ്. 12 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്ക് ഗർഭധാരണത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടല്ല അവർ വന്നെങ്കിലും അവർ രുദ്രാഭിഷേകത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ പെൺകുട്ടി പ്രഗ്നൻ്റാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പലവിധമായിരിക്കുന്ന അനുഭവങ്ങളും രുദ്രാഭിഷേകങ്ങളിലും പങ്കെടുത്തവർക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യവും പലർക്കും ദർശിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ശ്രീരുദ്രത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ രുദ്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നവംബർ 14-ാം തീയതി മുതൽ 25-ാം തീയതി വരെയും അതിരുദ്രം പ്രശാന്തി നിലയത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരായാലും കൊല്ലത്തായാലും എല്ലാം ഏകാദശ രുദ്രജപങ്ങളും അതിരുദ്രങ്ങളും എല്ലാം സത്യസായി സംഘടന ഓർഗനൈസ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഏറ്റവും വലിയ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരായിരിക്കുന്ന നമ്മളെല്ലാവരും ശാന്തിപൂർണവും സമാധാനപൂർണവും പ്രേമപൂർണവുമായിട്ടുള്ള ജീവിതം നയിക്കുക. ഭഗവാന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലവ് ഓൾ സർവ് ഓൾ, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കാനായിട്ടുള്ളൊരു മനോഭാവമാണ് ശ്രീരുദ്രത്തിൽ കൂടി നമുക്കുണ്ടാകുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്നിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതായിരിക്കുന്ന സമസ്ത ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുമ്പോൾ നമുക്ക് എന്നെ സ്നേഹിക്കുന്ന മാതിരി ബാക്കി എല്ലാത്തിനെയും സ്നേഹിക്കാനായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് ഭഗവാന്റെ ലവോൾ സർവോൾ എല്ലാവരും വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും സ്നേഹിക്കുന്ന സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള ഒരു അസ്വസ്ഥതകളും ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് എല്ലാത്തിനെയും ഇനിയിപ്പോൾ നമ്മൾ മനുഷ്യരെ മാത്രമല്ല, ഒരു പഠിക്കുന്ന കുട്ടി പഠിക്കുന്നതിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആ പഠിപ്പ് അവന് ബുദ്ധിമുട്ടായിരിക്കില്ല. അതുമാതിരി ഏത് ജോലി ചെയ്യുന്നവരായാലും അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോലി അവർക്ക് ഭാരമായിരിക്കില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ടെൻഷൻ പിടിച്ച് ഓടി നടക്കുന്നതായിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്നേഹം ആ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം മനുഷ്യരെ മാത്രമല്ല, ജീവജാലങ്ങളെ മാത്രമല്ല, നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കതിൽ നിന്നൊന്നും ഒരു കഷ്ടപ്പാടും ഉണ്ടാവുകയില്ല. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.